ഡൽഹിയിൽ അടൽ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് 100 ക്യാൻറ്റീൻ BJP ഗവൺമെന്റ് തുടങ്ങി. അവരുടെ പ്രകടന പത്രികയിൽ വെച്ചു 5 രൂപയ്ക്ക് ഫുഡ് കിട്ടും. ഇതിനു മുമ്പ് അമ്മ ഹോട്ടൽ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ വളരെ വ്യാപകമായി ജയലളിതയുടെ പാർട്ടിക്കാർ വന്നപ്പോൾ അമ്മ ഹോട്ടൽ തുടങ്ങി. ഇതിന് സമാനമായി കേരളത്തിൽ കുടുംബശ്രീക്കാർ 20 രൂപയുടെ ഊണ് കൊടുക്കാൻ തുടങ്ങി. ഒരൊറ്റ സ്ഥലത്തും ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴെല്ലാം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കുടുംബശ്രീ ഊണ് 20 രൂപ. കയറിയ ഒരു സ്ഥലത്ത് ഊണ് കിട്ടിയിട്ടില്ല. ഇത് കുടുംബശ്രീക്കാരൂടെ കേൾക്കണം. നിങ്ങൾ തുടങ്ങി, കുറച്ച് പേർക്ക് പൈസ കൊടുത്തു, അവർ ഒരിടത്തും ഇത് നടത്തുന്നില്ല. തിരുവനന്തപുരത്തുനിന്ന് ഒരു സ്ഥലത്തും നടത്തുന്നില്ല. പക്ഷേ അതേസമയം കൊച്ചിയിൽ സമൃദ്ധി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്, കുടുംബശ്രീയാണ് നടത്തുന്നത്. അവിടെയാണ് ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് മറ്റൊരു ക്യാൻറ്റീൻ കൂടി അവിടെ ഭരണകക്ഷി കൊണ്ടുവന്നു. അവർ കൊണ്ടുവരട്ടെന്നേ, കൊച്ചി നഗരത്തിൽ എന്തരായിരക്കണക്കിന് ആളുകൾ വരുന്നത്. അവർ ഭക്ഷണം കഴിക്കട്ടെന്നേ. മൈഗ്രേറ്റഡ് പീപ്പിൾ അല്ലേ കൊച്ചിയിൽ. ഡെയിലി മൈഗ്രേഷൻ, മണിക്കൂർ മൈഗ്രേഷൻ, മിനിറ്റ് മൈഗ്രേഷൻ, എന്തൊരു മൈഗ്രേഷനാണ്. ആളുകൾ ഓഫീസിന്റെ ആവശ്യത്തിന് വരും, കച്ചവട ആവശ്യത്തിന് വരും, സാധനങ്ങൾ വാങ്ങാൻ വരും, കുട്ടികൾ പഠിക്കാൻ വരും. ലക്ഷക്കണക്കിന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് ഓരോ ദിവസവും ഉള്ള മൊബിലിറ്റി ഉള്ള സ്ഥലമാണ്. ഇന്ത്യയിലായിട്ടുള്ള മൈഗ്രേഷൻ ഓരോ ദിവസവും മണിക്കൂറിൽ നടക്കുന്ന സ്ഥലമാണ് കൊച്ചി. അവിടെ കൂടുതൽ ഹോട്ടൽ വരട്ടെന്നേ. ഉടനെ തന്നെ ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം, താങ്കൾ ഈ പണി, താങ്കളോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ, അത് പിന്നെ ഇപ്പോഴും റെസ്പെക്റ്റ് കുറവൊന്നുമില്ല. പക്ഷെ ഇത് ഈ പണിയല്ല താങ്കൾ കേരളത്തിൽ ചെയ്യേണ്ടത്. താങ്കൾക്ക് താങ്കളുടെ ഐസക് മാഷിന്റെ പണി അറിയത്തില്ല. താങ്കൾ വന്ന് തള്ളി മറിക്കുകയാണ്. ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളോടൊപ്പം നിന്നാൽ നല്ലവർ, ഞങ്ങളെ നിന്ന് പോയാൽ മോശമുള്ളവർ. ഞങ്ങളോടൊപ്പം നിന്നാലല്ല നല്ലവർ, ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നല്ലവർ. ഏത് കൊള്ളക്കാരനായാലും ഞങ്ങളെ നിന്ന് പോകുമ്പോൾ ഏത് നല്ലവർ പോയാലും മോശം. കൊള്ളക്കാരനായാലും ഞങ്ങളെ കൂടെ നിൽക്കുമ്പോൾ നല്ലവരാണ്. പക്ഷെ പോയാൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരാണെങ്കിലും നല്ലവരാണെങ്കിൽ അവർ പോയാൽ കൊള്ളക്കാരാണ്. ഇതാണ് സമീപനം ഐഷ പോറ്റിയുടെ പോലുള്ളവരുടെ കാര്യത്തിൽ. ഇനി വേറെ രസകരമായ കാര്യം പറഞ്ഞുതരാം. ഈ ഇന്ദിരാ ക്യാൻറ്റീൻ വന്നപ്പോൾ നിങ്ങൾ പറയുന്ന ന്യായം എന്തെന്നറിയാവും? ഇന്ദിരാ ക്യാൻറ്റീനിൽ ആരും കയറരുത് ആഹ്വാനം ചെയ്യുകയാണ്. അത് കുടുംബശ്രീയെ തകർക്കാണ്. കുടുംബശ്രീ എങ്ങനെയാണ് തകരുന്നത്? കുടുംബശ്രീ വളരും, കുടുംബശ്രീയും വളരും, ഇന്ദിരാ ക്യാൻറ്റീനും വളരും, സമൃദ്ധി ക്യാൻറ്റീനും വളരും, സമൃദ്ധി ഹോട്ടലും വളരും. വീണ്ടും വരട്ടനെ. ഇനിയിപ്പോൾ അടുത്ത BJPയുടെ ഹോട്ടലുകളും വരട്ടനെ, സേവാഭാരതിയെ കൊണ്ട്. ആളുകൾക്ക് നല്ല മെച്ചപ്പെട്ട ഫുഡ് കിട്ടി. ആളുകൾ കുത്തകയൊന്നുമില്ല ഇവിടെ. യാതൊരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് വർത്താനം പറയും. മാഷിന്റെ ജോലി ഇതല്ലെന്നേ. നിങ്ങളുടെ പണി കേരള സമൂഹത്തെ ഇങ്ങനെ അല്ല ചെയ്യിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു ദിശാബോധം തെറ്റി ഓടുകയാണ്. തീർച്ചയായിട്ടും യാതൊരു ഉളുപ്പും ഇല്ലാതെയാണ് വന്ന് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി. ഒന്നാമത് താങ്കൾ ചെയ്യേണ്ടത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുത്ത് നിർത്തണം. എഴുതി വരുമ്പോൾ താങ്കൾ പറഞ്ഞു വരുന്ന എന്താ താങ്കൾക്കറിയില്ല. കുറച്ച് ദിവസം മുമ്പ് എഴുതി ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്ന ഇന്ത്യ ഡിജിറ്റലാണ്. എല്ലാ പാവങ്ങളെയും തമ്മിൽ ചോദിച്ചു, കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക്, ബീഡിത്തൊഴിലാളികൾ ഇല്ല, എന്നാലും ബീഡിത്തൊഴിലാളികൾക്ക്, കൈത്തറി തൊഴിലാളികൾക്ക്, കശുവണ്ടി തൊഴിലാളികൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് എവിടെ ഡിജിറ്റൽ എന്ന് ചോദിക്കുന്ന താങ്കൾ ഇന്ന് 10 രൂപയ്ക്ക് ഒരു വട ഒരാൾ കഴിച്ചാൽ, അത് പോട്ടെ, വട കഴിക്കുന്ന പോട്ടെ, ഒരു അമ്മമാർ, ഈ വീട്ടമ്മമാര് അല്ല, പിന്നെ കടലോരത്തുനിന്ന് വരുന്ന അമ്മമാരുണ്ട്, അവർ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും മീൻ വെച്ചുകൊണ്ടിരിക്കും, ചെറിയ പാത്രത്തിൽ, അലുമിനിയം പാത്രത്തിൽ. അവരെ കൂടെ ഒരു ചെറിയ പാത്രം കാണും. അപ്പൊ നമ്മൾ മത്സ്യം വാങ്ങിച്ചു കഴിയുമ്പോൾ 100 രൂപ, 200 രൂപ, 500 രൂപ, പലരും പല റേറ്റിൽ മത്സ്യം വാങ്ങിച്ചു കഴിയുമ്പോൾ ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ? അവരുടെ ഒരു ചരുവ് എടുത്ത് ഇങ്ങനെ കാണിക്കും. ചരുവത്തിന്റെ ഇപ്പുറത്ത് QR കോഡിന്റെ കാർഡാണ്, അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയും പിന്നെ എന്താണ് GPayയിലൂടെയും പൈസ അയക്കുന്നതന്നെ. എന്തൊരു തള്ളുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാലത്തിനനുസരിച്ച് മാറുക, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കരുത്, കാലിനനുസരിച്ചുള്ള ചെരുപ്പുകൾ കണ്ടുപിടിക്കുക. കാലാതീതമായി നിൽക്കേണ്ട ഈ തത്വശാസ്ത്രത്തെ കാലത്തിൽ കെട്ടിയിട്ട് വരട്ട് തത്വവാദം പറയരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംവിധാനത്തെ ശാസ്ത്രീയമായി, താത്വികമായി, തത്വശാസ്ത്രപരമായി, ആദർശപരമായി, ആശയപരമായി പുനരാവിഷ്കരിക്കുകയാണ്. ഇതിൻ്റെ സംഘടനാ ഘടന മാറ്റുകയാണ്. ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത കമ്മിറ്റികളും ഒരു ജനാധിപത്യമില്ലാത്ത പ്രസ്ഥാനമായി ഇത് പോകുന്നത് മാറ്റി ഒരു മനോഹരമായ ജനാധിപത്യ പ്രസ്ഥാനം ഉണ്ടാക്കാനുള്ള സോഷ്യൽ റിഫോം പ്രോസസ്സിലേക്ക് ഐസക്കിനെ പോലുള്ളവർ ഫേസ്ബുക്കിൽ വന്നാൽ മനോഹരമായി.